യതീമായിട്ടാണ് ജനിച്ചത്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു. 6 വയസ്സായപ്പോൾ മാതാവും മരണപ്പെട്ടു. പിന്നെ വളർത്തി വലുതാക്കിയത് കുടുംബക്കാരാണ്. പ്രിയരെ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുമ്പോൾ ഈ ലോകം ഒരു ഇരുണ്ട യുഗമായിരുന്നു. അനീതിയും വക്രവും നിറഞ്ഞ ലോകമായിരുന്നു. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുടനീളം നന്മയും വെളിച്ചവും വിതറി. ലോകത്തെ സമാധാനവും ശാന്തിയും നിറഞ്ഞു. അനീതിയും വക്രവും മാറി നീതിയും സമാധാനവുമായി നമ്മുടെ ജീവിതവും ഇങ്ങനെ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും ജീവിതമായി മാറട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മക്കയിലും വഫാത്തായത് മദീനയിലുമാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ ആമിനയും ഉപ്പ അബ്ദുല്ലയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുട്ടികളോട് നല്ല സ്നേഹമായിരുന്നു. കുട്ടികളെ ചുംബിക്കണമെന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിരുന്നു. പ്രിയരെ, ലോകം മുഴുവൻ മദ്ദളമത്തിന്റെ ഇരുട്ടിൽ മൂടപ്പെട്ട നന്മയും തിന്മയും തിരിച്ചറിയാനാവാതെ അധപ്പതിച്ചൊരു സമൂഹത്തിലായിരുന്നു നന്മയുടെ വെളിച്ചം പകരാനായി നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നത്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാട്ടറബി സമൂഹത്തിലായിരുന്നു ജനിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ അൽ അമീൻ എന്ന ഓമന പേര് നബിക്ക് ലഭിച്ചു. പ്രിയരെ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് സമാധാനവും ശാന്തിയും പരത്തി. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സ്നേഹവും നീതിയും പരത്താൻ നബിക്ക് സാധിച്ചു. മാതാപിതാക്കളുടെ കടമകൾ ഇത്രമേൽ ഊന്നിപ്പറഞ്ഞ മറ്റൊരു നേതാവിനെ ഈ ലോക ചരിത്രത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. പ്രിയരെ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ സ്വഭാവം ദർശിച്ചുകൊണ്ട് ശത്രുക്കൾ പോലും മറ്റും മിത്രങ്ങളാകുന്ന അത്ഭുതമായിരുന്നു അന്ന് അവിടെ ദർശിക്കുവാൻ സാധിച്ചത്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് നമ്മുടെ ശത്രു പാരിലാകെ മുഴുക്കിയതിന് സ്വന്തം നാടും വീടും വിട്ടുപോകേണ്ടി വന്ന പ്രവാചകൻ. എന്നിട്ടും തന്റെ നാട്ടുകാർ ദുരിതത്തിലാണെന്നറിഞ്ഞപ്പോൾ 5000 സ്വർണ്ണ നാണയങ്ങൾ തന്റെ നാടിന്റെ ദുരിതാശ്വാസ പ്രവൃത്തിയിൽ അയച്ചു കൊടുത്ത ലോകം കണ്ട ഏറ്റവും വലിയ കരുണക്കടലാണ് ആ പ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്മയും തിന്മയും വേർതിരിച്ച് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള ഈ ലോകത്ത് ആ പുണ്യപ്രവാചകന്റെ വചനങ്ങളും കർമ്മങ്ങളും മുറിച്ചേ പിടിക്കുക എന്നത് മാത്രമേ ഞങ്ങളുടെ മുമ്പിലെ ഒരേ ഒരു വഴി. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നിന്ന് കോപത്തെ ഒഴിവാക്കാനും വിനയം വിട്ടുവീഴ്ച ചെയ്യാനും നബി നമ്മെ പഠിപ്പിച്ചു. ഇനി ആ നബിയുടെ കാലത്തുണ്ടായ ഒരു സംഭവം പറയാം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്റെ മുകളിൽ കയറി കുടുംബാംഗങ്ങളെല്ലാം വിളിച്ചു. എല്ലാവരും സഫാ താഴ്വരയിൽ ആകാംക്ഷയോടെ എത്തി. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കുന്നിന്റെ പിന്നിൽ കൂടി ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ എല്ലാവരും പറഞ്ഞു, അതേ, ഞങ്ങൾ വിശ്വസിക്കും. താങ്കൾ കളവറിനായി ഞങ്ങൾക്ക് അനുഭവമില്ലല്ലോ. അപ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയെ മുന്നറിയിപ്പ് നൽകാനാണ് ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാക്കുക. അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ ഒരു ശിക്ഷയിൽ നിന്നും എനിക്ക് ഒന്നും തടയാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അബൂ ലഹബ് പറഞ്ഞു, ഇതിനാണോ നീ ഞങ്ങളെ ഇവിടെ വിളിച്ചിരുന്നത്? അപ്പോഴാണ് സൂറത്തിറങ്ങിയത്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു 7 മക്കളെ നൽകി. 7 മക്കളിൽ 6 മക്കളും നബിയുടെ കാലത്താണ് മരണപ്പെട്ടത്. 6 മക്കളുടെ മരണം നേരിട്ട് കണ്ട ബാപ്പയാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രിയരെ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും കള്ളം പറയരുത്. ഇത് വെറുതെ പറയുക മാത്രമല്ല, അവിടെ നിന്ന് ചെയ്ത് കാണിക്കുകയും ചെയ്തു. ഇതുകൊണ്ടാണല്ലോ ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന നബിയെ വിളിച്ചിരുന്നത്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരിക്കൽ ഒരു അഅ്റാബി വന്നു. അഅ്റാബി പറഞ്ഞു, നബിയെ, എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും ഒരേ സമയം പിന്മാറാൻ കഴിയുകയില്ല. ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്നേ പിന്മാറാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ കള്ളം പറയരുത്. അപ്പോൾ ആ അഅ്റാബിക്ക് സന്തോഷമായി. ജീവിതത്തിൽ കള്ളം പറയാതെ നിന്നാൽ മതിയല്ലോ, ബാക്കി എല്ലാ തെറ്റുകളും ചെയ്യാമെന്ന് കരുതിയ അദ്ദേഹം സന്തോഷമായി. അടുത്ത ദിവസം ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറുമ്പോൾ നബിയോടുള്ള കരാർ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. നബി നാളെ മോഷ്ടിച്ചിനോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയുകയില്ലല്ലോ.
ഇത് വിചാരിച്ചപ്പോൾ ആ തെറ്റിൽ നിന്ന് പിന്മാറി. ഇനി ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും നബിയോടുള്ള കരാർ ഓർമ്മ വരികയും ആ തെറ്റിൽ നിന്നെല്ലാം പിന്മാറുകയും ചെയ്തു. അങ്ങനെ ഒരു സാലിഹായ മനുഷ്യരായി ജീവിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് അവിടുത്തെ അനുയായികളെ നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു സന്മാർഗത്തിലേക്ക് നയിക്കുന്നത്. ഇത്രയും പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഞങ്ങളുടെ ജീവിതവും ഇങ്ങനെ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ജീവിതമായി മാറട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.